ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാഡ് ഡെറ്റിന്റെ ട്രീറ്റ്മെന്റ് പഠിക്കാം. എന്താണ് ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ? കിട്ടാക്കടം അല്ലേ? ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ കടത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളവരാണല്ലോ സൺഡ്രി ഡെറ്റേഴ്സ്. ഇത്തരം കടക്കാരുടെ കയ്യിൽ നിന്ന് അവർ തരാനുള്ള മുഴുവൻ തുകയും പിരിച്ചെടുക്കാൻ സാധിക്കണമെന്നില്ല ബിസിനസ്സുകാർക്ക്. എങ്ങനെയൊക്കെ ശ്രമിച്ചാലും കുറച്ചു തുക കിട്ടാതെ പോകും, ശരിയല്ലേ? ഒരുപക്ഷെ ഡെപ്റ്റർ ഡിസോണർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മോശമായതുകൊണ്ടോ ഒക്കെ ആകാം അവർ പണം തരാത്തത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിന് പിരിച്ചെടുക്കാൻ കഴിയാത്ത തുകയാണ് ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ബിസിനസിനെ സംബന്ധിച്ച ഒരു ലോസ് ആണ് അല്ലേ? ഇനി ഈ ബാഡ് ഡെറ്റിന്റെ എമൗണ്ട് ട്രയൽ ബാലൻസിലും തന്നിട്ടുണ്ടാകാം, അഡ്ജസ്റ്റ്മെന്റിലും തന്നിട്ടുണ്ടാകാം. ട്രയൽ ബാലൻസിൽ ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇതൊരു ലോസ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെ ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ ബാഡ് ഡെറ്റിന്റെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ എക്സ്പെൻസസും ലോസസും ഒക്കെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി. ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് തന്നിരിക്കുന്നതെങ്കിൽ. ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരു സ്ഥലത്ത് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ അത് എവിടെ മാത്രം എഴുതിയാൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ്, അതായത് ബാഡ് ഡെറ്റിന്റെ എമൗണ്ട് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണത് കാണിക്കേണ്ടത്. ഇനി അഡ്ജസ്റ്റ്മെന്റിലും ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ബാഡ് ഡെറ്റ്സ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫർദർ ബാഡ് ഡെറ്റ് എന്ന് വിളിക്കാം. അതായത് ഈ ട്രയൽ ബാലൻസ് ഒക്കെ തയ്യാറാക്കിയ ശേഷമാണ് വീണ്ടും കുറച്ച് തുക ബാഡ് ഡെറ്റ് ആയി പോയത്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ തരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും വന്നിരിക്കുന്ന ബാഡ് ഡെറ്റ്, ഫർദർ ബാഡ് ഡെറ്റ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷം വന്ന ബാഡ് ഡെറ്റ് ആണത്. അപ്പോൾ നമുക്ക് ഫർദർ ബാഡ് ഡെറ്റ് എന്ന് വിളിക്കാം. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ബാഡ് ഡെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് തരുന്ന എല്ലാ ഐറ്റവും രണ്ട് സ്ഥലത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് ഇതും ബാഡ് ഡെറ്റ് തന്നെയാണ്, ലോസ് ആണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അതും ഓക്കെ. പിന്നെ അതുകൂടാതെ ഈ ഫർദർ ബാഡ് ഡെറ്റിന്റെ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. കാരണം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷമാണ് വീണ്ടും ബാഡ് ഡെറ്റ് വന്നത്. അപ്പോൾ ആ ബാഡ് ഡെറ്റ് കുറേണ്ട സൺഡ്രി ഡെറ്റേഴ്സിന്. അപ്പോൾ ഇനി അത്രയും സൺഡ്രി ഡെറ്റർ ഉണ്ടാവില്ലല്ലോ, വീണ്ടും അതിൽ നിന്ന് കുറച്ച് തുക കൂടി ബാഡ് ഡെറ്റ് ആയി പോയിന്നല്ലേ. അപ്പം ആ ഫർദർ ബാഡ് ഡെറ്റിന്റെ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ ഡിഡക്റ്റ് ചെയ്യണം സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന്. ഇങ്ങനെയാണ് ഇത് ഫൈനൽ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിയേ, ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ട്രയൽ ബാലൻസിൽ ബാഡ് ഡെറ്റ് എന്നും പറഞ്ഞ് 4800 ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ സൺഡ്രി ഡെറ്റേഴ്സിന്റെ എമൗണ്ട് 31,000 തന്നിട്ടുണ്ട്. ഇത്രയും ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെന്റിൽ റൈറ്റ് ഓഫ് ₹1000 ആസ് ബാഡ് ഡെറ്റ് തന്നിരിക്കുന്നു. അതായത് 1000 രൂപ ബാഡ് ഡെറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എഴുതി തള്ളാൻ. അതായത് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷം വീണ്ടും 1000 രൂപ എന്തായി മാറി? കിട്ടാക്കടമായി മാറി. ഇപ്പൊ ട്രയൽ ബാലൻസ് ചെയ്ത ശേഷമാണ് നമ്മളിത് അറിയുന്നത് 1000 രൂപ കിട്ടാക്കടമായത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എഴുതുന്നത് നോക്കാം. നമുക്കറിയാം ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് ലോസ് ആണ്. അപ്പൊ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് എഴുതണം. ബാഡ് ഡെറ്റ്, ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന എമൗണ്ട് 4800 ആണ്. നമുക്ക് വീണ്ടും ബാഡ് ഡെറ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് ഇന്നർ കോളത്തിൽ വേണം എഴുതാൻ, 4800. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും ഒരു 1000 രൂപയും കൂടി എന്തായി മാറി? ബാഡ് ഡെറ്റ് ആയി മാറി. അപ്പൊ തീർച്ചയായിട്ടും അതും കൂടി എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഈ ബാഡ് ഡെറ്റിന്റെ കൂടെ, ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ബാഡ് ഡെറ്റിന്റെ കൂടെ ഈ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള ഈ ബാഡ് ഡെറ്റിനെ നമുക്ക് ഫർദർ ബാഡ് ഡെറ്റ് എന്ന് പറയാം.
കാരണം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷം വീണ്ടും ബാഡ് ഡെറ്റ് ആയതല്ലേ, അതായത് വീണ്ടും ബാഡ് ഡെറ്റ് ആയി, അതിനെ ഞാൻ ഫർദർ ബാഡ് ഡെറ്റ് എന്ന് എഴുതുകയാണ്. അപ്പം ഫർദർ ബാഡ് ഡെറ്റ്, വീണ്ടും ബാഡ് ഡെറ്റ് ആയ എമൗണ്ട് 1000 ആണ്. ഇപ്പൊ 4800 പ്ലസ് 1000, ഇപ്പൊ ടോട്ടൽ ബാഡ് ഡെറ്റ് എത്രയാണ്? 5800 ആണ് ബാഡ് ഡെറ്റ് ടോട്ടൽ വരുന്നത്. ഇനി ഈ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുള്ള ഈ ഫർദർ ബാഡ് ഡെറ്റ് ഒരു സ്ഥലത്തും കൂടി നമ്മൾ എഴുതണം. അതെവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ് അല്ലേ. ഇപ്പം ബാലൻസ് ഷീറ്റിൽ ഇതെന്ന് പറയുന്നത് സൺട്രി ഡെറ്ററുമായിട്ടല്ല റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് സൺട്രി ഡെറ്ററിന്റെ കുറച്ച് എമൗണ്ട് അല്ലേ ബാഡ് ഡെറ്റ് ആയി പോകുന്നത്. അതായത് മൊത്തം 31,000 രൂപയുടെ സൺട്രി ഡെറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ പ്രിപ്പയർ ചെയ്ത ശേഷം വീണ്ടും ഒരു 1000 രൂപ എന്തായി മാറി? ബാഡ് ഡെറ്റ് ആയി മാറി. അപ്പൊ ഇനി സൺട്രി ഡെറ്ററിന്റെ എമൗണ്ട് 31,000 എഴുതുന്നത് യുക്തമാണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇത് സൺട്രി ഡെറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? അവർ ക്യാഷ് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നവരാണ്. നമുക്ക് അതായത് ഗുഡ് ഡെറ്റേഴ്സ് ആണത് അല്ലേ, അവരുടെ നമുക്ക് പണം കിട്ടും. പക്ഷേ അതിൽ വീണ്ടും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷമാണ് വീണ്ടും 1000 എന്തായി മാറിയത്? ബാഡ് ഡെറ്റ് ആയി മാറിയത്. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടമ. അപ്പൊ ഈ 1000 ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതല്ലേ ഇനി ശരിക്കുള്ള സൺട്രി ഡെറ്റേഴ്സ് ഉള്ളൂ. അപ്പം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് സൺട്രി ഡെറ്റേഴ്സിന്റെ എമൗണ്ട് 31,000 ആണ്. അപ്പൊ 31,000 ഇന്നർ കോളത്തിൽ എഴുതണം. അതിൽ നിന്ന് ലെസ് ഈ ഫർദർ ബാഡ് ഡെറ്റ്, അതായത് ഈ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള ബാഡ് ഡെറ്റ് മാത്രം. ഈ ബാഡ് ഡെറ്റ് കുറയ്ക്കണ്ട, കാരണം ഈ ബാഡ് ഡെറ്റ് ഓൾറെഡി കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി കുറച്ചിട്ടുള്ളതാണ് സൺട്രി ഡെറ്റിന്റെ എമൗണ്ട് തന്നിരിക്കുന്നത്. അതായത് ഇത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നമേ മനസ്സിലായതാ. അപ്പൊ ഇത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് കുറച്ചേക്കരുത്. ഈ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുള്ള ഫർദർ ബാഡ് ഡെറ്റ് വേണം ഡിഡക്ട് ചെയ്യാൻ. അപ്പൊ ലെസ് ഫർദർ ബാഡ് ഡെറ്റ്. ഫർദർ ബാഡ് ഡെറ്റിന്റെ എമൗണ്ട് എത്രയാണ്? 1000 ആണ്. 31,000 നിന്ന് 1000 കുറച്ച് ഇനി സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 30,000 ഉള്ളൂ. ഇനി 30,000 രൂപയെ നമുക്ക് നല്ല ഗുഡ് ഡെറ്റേഴ്സ് ആയിട്ടുള്ളൂ. കാരണം ട്രയൽ ബാലൻസിന് ശേഷമാണ് ഈ 1000 എന്തായി മാറിയത്? ബാഡ് ഡെറ്റായി. അപ്പോൾ അത് കുറച്ചിട്ട് വേണം ഇനി സൺട്രി ഡെറ്റേഴ്സിന്റെ എമൗണ്ടിൽ കാണിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ ബാഡ് ഡെറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതും വേണം. അതോടൊപ്പം തന്നെ ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഇല്ലസ്ട്രേഷൻ 6 ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് തമ്പി പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിംഗ് 31st March 2014 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഐറ്റവും വായിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ഡ്രോയിങ്സ് അറിയാം. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്യേണ്ട ഐറ്റമാണ്. ബിൽസ് റിസീവബിൾ അസറ്റ് ആണ്. മെഷീനറി അസറ്റ് ആണ്. ബുക്ക് ഡെറ്റ് ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ബുക്ക് ഡെറ്റ് എന്ന് പറഞ്ഞാൽ? സൺട്രി ഡെറ്റേഴ്സ് തന്നെയാണ് കേട്ടോ. ബുക്ക് ഡെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൺട്രി ഡെറ്റർ ആണ്. സൺട്രി ഡെറ്റർ അറിയാം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആണ്. മാറിപ്പോകരുത്. ബുക്ക് ഡെറ്റും ബാഡ് ഡെറ്റും ഒക്കെ ആയിട്ട് ശരിക്കും വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ബുക്ക് ഡെറ്റ് എന്ന് പറഞ്ഞാൽ സൺട്രി ഡെറ്റർ. വേജസ് നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. കോക്ക് ആൻഡ് പവർ ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഇതിൽ തന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് റിട്ടേൺ ആണ് അല്ലേ. അതായത് വിറ്റ സാധനം തിരികെ ഫേമിലേക്ക് വരുന്നതാണ്. സെയിൽസ് റിട്ടേൺ ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസിൽ നിന്ന് ഡിഡക്ട് ചെയ്യേണ്ട ഐറ്റമാണ്. ട്രാവലിംഗ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ക്യാഷ് അസറ്റ് ആണ്. ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോണിന് നമ്മൾ ബിസിനസ് ലോൺ എടുത്തിട്ടുണ്ട്, ലോണിന് ഇൻട്രസ്റ്റ് അടിച്ചു, അതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് അലൗഡ് ആണ്, അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്.
ബാഡ് ഡെറ്റ് ഉണ്ടോ? ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ ബാഡ് ഡെറ്റ് ഉണ്ട്. ആ ബാഡ് ഡെറ്റ് അറിയാമല്ലോ. എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഫർണിച്ചർ അസറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിക്ഷേപങ്ങൾ കേട്ടോ. അതെന്താണ്? നമ്മുടെ അസറ്റ് ആണ് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ്സ് അസറ്റ് ആണ്. ഇനി ക്രെഡിറ്റ് ബാലൻസ് ഐറ്റംസ്, ക്യാപിറ്റൽ നമുക്കറിയാം ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലാണ് പോകേണ്ടത്. ബാങ്ക് ലോൺ ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലാണ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻകം ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ക്രെഡിറ്റേഴ്സ് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് എഴുതേണ്ടത്. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഇൻവെസ്റ്റ്മെന്റിന് പലിശ കിട്ടിയിട്ടുള്ളതാണ്. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നിക്ഷേപത്തിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയതാണ്, റിസീവ് ചെയ്തതാണ്. കണ്ടോ? ക്രെഡിറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത്, ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന് പറയുന്ന ഇൻകം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇനി അഡ്ജസ്റ്റ്മെന്റുകൾ നോക്കാം. ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ടു ബി മെയ്ഡ്. ഫസ്റ്റ്, സ്റ്റോക്ക് ഇൻ ഷോപ്പ് ഓൺ 31st March 2014 വാസ് ₹64,480. ഇതെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അതെന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലും എഴുതണം, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും എഴുതേണ്ടതാണ്. നെക്സ്റ്റ്, ഡിപ്രീസിയേറ്റ് മെഷീനറി ആൻഡ് ഫർണിച്ചർ ബൈ 10%. മെഷീനറിക്കും ഫർണിച്ചറിനും ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷന്റെ റേറ്റ് തന്നിട്ടുണ്ട് 10%. അപ്പോൾ ഇവിടെ ഫർണിച്ചർ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഫർണിച്ചറിന്റെ നേരെ 2 എന്ന് കൊടുക്കുക, അതുപോലെ തന്നെ മെഷീനറിയിലും 2 എന്ന് കൊടുക്കുക. അപ്പം മെഷീനറിയുടെ വാല്യൂ 14,400 ആണ്, അതുപോലെ ഫർണിച്ചറിന്റെ 4,480 ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, അതെന്ന് പറയുന്ന ബിസിനസിനെ സംബന്ധിച്ചൊരു ലോസ് അല്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റിന്റെ വാല്യൂ എഴുതുമ്പോൾ അതിൽ നിന്ന് കൺസേൺഡ് അസറ്റിൽ നിന്ന് ഈ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് എന്ത് ചെയ്യുകയും വേണം? ഡിഡക്ട് ചെയ്യുകയുമാണ് വേണ്ടത്. നോക്കിക്കോ, അത് ചെയ്തിട്ടിരിക്കുന്നത് നോക്കിക്കോളാം. ഡിപ്രീസിയേഷൻ കണ്ട മെഷീനറിക്ക് 10%, 1440, ഫർണിച്ചറിന് 448 ഡിപ്രീസിയേഷൻ വരുന്നത്. അത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് കോളത്തിൽ എഴുതിയിരിക്കുന്നു. പിന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഉണ്ടോ? ഫർണിച്ചറിന്റെ വാല്യൂ 4,480 ആണ്. അതിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ 448 കുറച്ചിട്ട് എമൗണ്ട് എഴുതണം. അതുപോലെ മെഷീനറിയുടെ വാല്യൂ 14,400 ആണ്. അതിൽ നിന്ന് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 1,440 ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. അതൊക്കെ അറിയാം. തേർഡ്, റൈറ്റ് ഓഫ് ബാഡഡ് ₹1,500. കണ്ടോ? 1,500 ബാഡറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുകളിൽ തന്നിരിക്കുന്ന സൺട്രി ഡെറ്റേഴ്സിൽ വീണ്ടും 1,500 കൂടി ബാഡറ്റായി പോയി, കിട്ടാക്കടമായി പോയി. എന്താ ചെയ്യുക? ബാഡറ്റാണ്, ലോസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പിന്നെ എന്തും ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് ഈ വീണ്ടും ബാഡറ്റായി പോയ 1,500 ഡിഡക്ട് ചെയ്യുകയും വേണം. നോക്കിക്കോ, അപ്പൊ ഇവിടെ ഒരു ബാഡറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ നേരെ 3 എന്ന് ഇട്ട് കൊടുക്കാം. ബാഡറ്റിന്റെ എമൗണ്ട് 1,810 ആണ്. അപ്പോൾ ഉള്ള ബാഡറ്റ് 1,810, അത് എഴുതണം. കണ്ടോ? 1,810. അതിൻ്റെ കൂടെ ഫർദർ ബാഡറ്റ് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുള്ള ബാഡറ്റ് ആഡ് ചെയ്യണം. അതായത് ഫർദർ ബാഡറ്റ് 1,500 ആഡ് ചെയ്യുന്നു. രണ്ടും കൂടെ ചേർത്ത് 3,310 ആണ് ബാഡറ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത്. ഇനി ബാലൻസ് ഷീറ്റിൽ എന്താ ചെയ്യേണ്ടത്? സൺട്രി ഡെറ്റർ എന്ന് പറയുന്നത് ബുക്ക് ഡെറ്റ് തന്നെയാണ്. ബുക്ക് ഡെറ്റ് എന്ന് പറഞ്ഞാൽ 30,000 ആണ്. അതിൽ നിന്ന് ഫർദർ ബാഡറ്റ് മാത്രം, ഇത് കുറയ്ക്കരുത്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത ശേഷമുള്ള എമൗണ്ട് ആണ് സൺട്രി ഡെറ്ററിന്റെ ഈ തന്നിരിക്കുന്നത്, ബുക്ക് ഡെറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഒരിക്കലും ഈ ട്രയൽ ബാലൻസിലെ ബാഡറ്റ് കുറച്ചേക്കരുത്. അഡ്ജസ്റ്റ്മെന്റ് തരുന്നത് മാത്രമേ കുറയ്ക്കാവുള്ളൂ. അതായത് ഈ ഫർദർ ബാഡറ്റായ 1,500 ഡിഡക്ട് ചെയ്യുക, എന്നിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ഇനി പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഫോർ ബാങ്ക് ലോൺ അറ്റ് ദ റേറ്റ് 10% ഫോർ ഹാഫ് ഇയർ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്. കണ്ടോ? അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 4 എന്നൊന്ന് നോട്ട് ചെയ്യുക. 500 ആണ് ഇവിടെ അടച്ചിട്ടുള്ള എമൗണ്ട്. ഇനി എന്താ പറയുന്നത്? പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഫോർ ബാങ്ക് ലോൺ അറ്റ് 10% ഫോർ ഹാഫ് ഇയർ. ഒരു 6 മാസത്തെ കൂടി ഇൻട്രസ്റ്റ് പ്രൊവൈഡ് കൊടുക്കാൻ, ബാങ്ക് ലോണിന്റെ 6 മാസത്തെ ഇൻട്രസ്റ്റ് അപ്പോൾ അടച്ചിട്ടില്ല, അതും കൂടി ഈ വർഷം കൊടുക്കാനുള്ളതാണ്.
എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ബാങ്കിൻ്റെ ലോൺ എമൗണ്ട് തന്നിട്ടുണ്ട്, നോക്കിക്കേ. ക്രെഡിറ്റിൽ ലോൺ എമൗണ്ട് കിടപ്പുണ്ട്. എത്രയാ? 10,000 രൂപ. അപ്പോൾ 10,000 രൂപയ്ക്ക് 10,000 ആണ് ബാങ്ക് ലോണിൻ്റെ എമൗണ്ട്. 10,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 6 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് തുക ഇവിടെ അടച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞ് 500 അടച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് മുഴുവനായിട്ടില്ല, 6 മാസത്തെ ആയിട്ടുള്ളൂ. ഇനി ഒരു 6 മാസത്തെയും കൂടി പ്രൊവൈഡ് ചെയ്യണം. അപ്പം നമുക്കറിയാം ഇനി 6 മാസത്തെ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇത് തന്നെ നമുക്ക് വേണ്ട, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 10,000 ഇൻറ്റു 10% ഇൻറ്റു 10/100 ഇൻറ്റു 6 ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ 6 മന്തിലല്ലേ. അപ്പോൾ 6 മന്തിൽ വേണേൽ 6/12 ഇട്ട് കാണിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് ഹാഫ് ഇയർ ആയത് കാരണം ചിലപ്പോൾ ഇനി 2 മാസത്തെയും കൂടെ കൊടുക്കാനുള്ളതേ പറയുന്നുണ്ടാവും. അപ്പോൾ ഇൻറ്റു 2/12 എടുക്കണം. അപ്പോൾ ഇവിടെ ഹാഫ് ഇയറിലായതുകൊണ്ട് 6/12 ഇടുന്നു. അപ്പോൾ എത്രയാണ്? 500 കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓൾറെഡി 500 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി കൊടുക്കാനുള്ള 500 ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ്. അതുകൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതുപോലെ ഇനി കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ എന്തുമാണ്? ലയബിലിറ്റി ആയിട്ടും രേഖപ്പെടുത്തേണ്ടതാണ്. നോക്കിക്കോ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് 500 ഉണ്ട്. അതിൻ്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 6 മന്ത്, 6 മാസത്തെയും കൂടി ഇനി കൊടുക്കാനുണ്ട്. അതും കൂടി ആഡ് ചെയ്യുന്നു. 1000 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ആ വർഷം അടയ്ക്കേണ്ടത്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ആയ ഇൻട്രസ്റ്റ് മാത്രം കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇവിടെ ബാങ്ക് ലോൺ 10,000, ഇനി കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് 500 മാത്രം ആഡ് ചെയ്യുന്നു. കാരണം 500 ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. അപ്പോൾ ഇനി കൊടുക്കാനുള്ള 500 ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഈ ബാങ്ക് ലോണിൻ്റെ കൂടെ ആഡ് ചെയ്ത് 10,500 ലയബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്സ് ടു ₹285. ഇൻവെസ്റ്റ്മെന്റിന് കണ്ടോ, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മൾ 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാങ്കിലോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ ഇനിയും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 1,215 കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇനിയും ഒരു 285 കൂടെ അക്രൂഡ് ആണെന്ന് വെച്ചാൽ എന്താ, കിട്ടാനുണ്ട്. ഇനിയും ഇൻകം കിട്ടാനുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടിയ തുക നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഇനിയും ഈ വർഷം തന്നെ കിട്ടാനുള്ളതാണ്, അക്രൂഡ് ഇൻകം ആണ്. അത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇനി ആ കിട്ടാനുള്ള തുക എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ ഇവിടെ അസറ്റായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചാൽ മതി. നോക്കിക്കേ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ തുക ആദ്യം എഴുതി, അതിൻ്റെ കൂടെ ഇനി അക്രൂഡ് കിട്ടാനുള്ളത് രണ്ടും കൂടെ ചേർത്തുള്ള തുകയാണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. ഇനി അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് 9,000 ആണ്. അതിൻ്റെ കൂടെ ഇനി കിട്ടാനുള്ള അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്, ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതും അസറ്റാണ്. അതുകൂടെ ചേർത്തിട്ട് 9,285 അസറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ കാണിക്കണം. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക. ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലിയായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.